എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ അശ്വനി ജംഗ്ഷനിലാണുള്ളത്. നമ്മളെ ഇലക്ട്രിക് സ്കൂട്ടറായ ഓല കൊണ്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ ഹൈപ്പർ ചാർജിങ്ങിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കമ്പനി ഫ്രീ ആയിട്ട് ഇവിടെ ചാർജ് ചെയ്യാനുള്ള സൗകര്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ചാർജ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം. നമ്മൾ വീട്ടിലെല്ലാം വണ്ടി ചാർജ് ചെയ്യുമ്പോൾ സ്ലോ ചാർജിങ് ആണ് സാധാരണ ചെയ്യാറ്. ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ്. നമ്മൾ എവിടെയെങ്കിലും വഴിയിൽ യാത്രയിൽ എവിടെയെങ്കിലും കൊടുക്കുമ്പോഴാണ് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാറ്. അപ്പോൾ തൃശ്ശൂരൊക്കെ വന്ന് തിരിച്ചു പോകാൻ നമുക്ക് സാധാരണ ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ചാർജ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് തിരിച്ചു പോകാം. 10 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്ത് തിരിച്ചു പോകാം. എന്തായാലും ഇവിടെ നല്ല ക്യൂ ആണ്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നമ്മൾ ചാർജിങ്ങിന്. ഇവിടെ എത്രയും തിരക്കുണ്ടാകാൻ കാരണം ഒന്നാമത് ഇത് ഫ്രീ ആണ്, അതുകൊണ്ടാണ് ഇത്ര ആളിവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആകെ ചാർജിങ്ങിന് 2 ഗണ്ണേ ആകെ അവൈലബിൾ ഉള്ളൂ. അറ്റ് എ ടൈം നമുക്ക് 2 വണ്ടിയേ ചാർജ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനിയിപ്പോൾ ഇദ്ദേഹം ചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് ചാർജ് ചെയ്യാൻ. എന്തായാലും എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചാർജ് ചെയ്യാതെ വീട്ടിൽ പോകാൻ കഴിയില്ലല്ലോ. ഇലക്ട്രിക് വണ്ടി ആകുമ്പോൾ ചില സൗകര്യങ്ങളുണ്ട്, അതുപോലെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സാറോട് നമ്മൾ ഓല ഉപയോഗിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കാം. സാറ് പേരെന്താ പറഞ്ഞത്? സായുഷ്. എന്താ പ്രൊഫഷൻ? ഡെന്റിസ്റ്റ് ആണല്ലേ. സാർ എങ്ങനെ ഓല ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ എപ്പോഴും ചാർജ് ചെയ്യാറുണ്ടോ? ചാർജ് ചെയ്യാറുണ്ട് അല്ലേ. ഈ ഹൈപ്പർ ചാർജ് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല അല്ലേ? തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഓല ഉപയോഗിച്ചിട്ട് എങ്ങനെ ആൾ കംഫർട്ടാണോ? ഓല അത്യാവശ്യം നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സീറോ കോസ്റ്റ് നടക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഫുഡ് ഡെലിവറിക്കാരാണ് ഈ ചാർജിങ് പോയിന്റ് മാക്സിമം യൂസ് ചെയ്യുന്നത്. അവരാണിത് മുതലാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളെ ചാൻസ് ആയിട്ടുണ്ട്. നമ്മളെ വണ്ടി ചാർജ് ചെയ്യാണ് കേട്ടോ. ഇങ്ങോട്ട് വേണം. ഈ ഗണ്ണ് ഉത്തരവാദിക്കണം കാണിക്കണം. അപ്പോൾ നമ്മളെ ഗണ്ണ് പ്ലഗ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് സ്റ്റാറ്റസ് നോക്കട്ടെ. നമ്മളതിൽ 34% ചാർജ് ഉണ്ട്. 70% ആവാൻ എത്ര സമയം എന്നുള്ളത് ഇപ്പോൾ കാണിക്കും ഇതിനകത്ത്. അപ്പോൾ 34% ചാർജ് ഉണ്ടായിരുന്നത് ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്കത് 70% ആയിട്ടോ. അതുപോലെ തന്നെ വണ്ടിയുടെ ടെമ്പറേച്ചർ നമ്മൾ നോക്കണം. നമ്മൾ ടെമ്പറേച്ചർ ഒരു 45-46 വരെയാണ് നമുക്ക് മാക്സിമം പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് അൺപ്ലഗ് ചെയ്യണം. അപ്പോൾ എങ്ങനെയായാലും ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ ഓലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഈ പോയിൻ്റ് അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. തൃശ്ശൂർ അശ്വരി ജംഗ്ഷനിൽ ഈ ഭാരത് പെട്രോളിയം പമ്പിൻ്റെ സൈഡിലായിട്ടാണ് ഓല കമ്പനി ഈ ചാർജിങ് പോയിൻ്റ് വെച്ചിട്ടുള്ളത്. ഇത് തികച്ചും സൗജന്യമാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.